ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സീ ഫുഡിൻ്റെ സെറ്റിങ്ങുമായിട്ടാണ്. അപ്പോൾ അതിൽ ചെമ്മീനുണ്ട്, അയക്കോറയുണ്ട്, പിന്നെ ഉമ്മുറുബിയാനുണ്ട്, അമൂറുണ്ട്, ഞണ്ട് ഉണ്ട്, പിന്നെ സാഫി എന്ന മീൻ. ഇതെല്ലാം കൂടി ഒരു 10-15 പേർക്ക് കഴിക്കാവുന്ന രീതിയിലുള്ള ഒരു വലിയൊരു തളികയിൽ ഫുഡ് സെറ്റ് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വരുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ വലിയൊരു തളിക എടുത്തിട്ടുണ്ട്. ഒരു 12 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള തളിക. ആ തളികയിൽ നമ്മൾ ആദ്യമായിട്ട് നിരത്തുന്നത് മീനിൻ്റെ ബിരിയാണിയാണ്. ബിരിയാണി ഇതപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നല്ല ഒരു വരമ്പൊക്കെ ഇടുന്ന പോലെ ആണ് ഞാനിതിൽ നിരത്തി വെക്കുന്നത്. ഞങ്ങൾക്കിത് നല്ലൊരു സീ ഫുഡ് പാർട്ടിയാണുള്ളത്. പിന്നെ ഈ ചോപ്പ് റൈസ്, ഇത് ഷുഗർ റൈസാണ്. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണ് ഇത്. ഇത് ഈ മീനിൻ്റെ കൂടെ എടുക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ അതിന് ഷുഗർ റൈസാണ് ഇത്. അത് നമ്മളിതിലേക്ക് നിരത്തി ഇതേപോലെ തന്നെ വെക്കുക. വരമ്പ് പോലെയാണ് നമ്മളിത് വെച്ചിട്ടുള്ളത്. രണ്ടും രണ്ടായിട്ടാണ് ഇപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ളത്. ഇതിൽ നമ്മൾ 4 തരം ചോറുകളാണ് നമ്മളിതിൽ നിരത്തുന്നത്. ഒന്ന് ഷുഗർ റൈസ്, പിന്നെ ഒന്ന് നമ്മൾ ആദ്യം നിരത്തിയത് മീനിൻ്റെ ബിരിയാണിയാണ്. ഇനി ഇത് രണ്ടിൻ്റെ നടുക്കായിട്ട് നമ്മൾക്ക് ഇനി വെക്കേണ്ടത് വൈറ്റ് റൈസാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ നമ്മൾ വരമ്പൊക്കെ ഇടുന്ന പോലെ തന്നെ നല്ല തേമ്പി ഒതുക്കി വെക്കുക. ഇപ്പോൾ മൂന്നാമതായിട്ട് ഇപ്പോൾ ഞാൻ ഈ സൈഡിൽ വെക്കുന്നത് മീനിൻ്റെ മജ്ബൂസാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് മീൻ മജ്ബൂസ്. ഞങ്ങൾ കിങ് ഫിഷ് കൊണ്ടും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഹമൂർ കൊണ്ടെല്ലാം മീൻ മജ്ബൂസ് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇതിന്ന് ഒരു വലിയൊരു പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിതിൽ സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ അതിൽ നമ്മൾ കിങ് ഫിഷാണ് നിരത്തി വെക്കുന്നത്. എല്ലാ മീനുകളും നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുത്തിരിക്കുകയാണ്. പിന്നെ 2 സീബാസ് ഉണ്ട്. സീബാസും ഫ്രൈ ആണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അതിൻ്റെ മറ്റേ സൈഡിൽ വൈറ്റ് റൈസും നിരത്തിയിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ തന്നെ വളരെ നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. അപ്പുറത്ത് കിങ് ഫിഷും അതേപോലെ ഹമൂറുമാണ് നിരത്തി വെക്കുന്നത്. പിന്നെ മുളക് പൊരിച്ചതുണ്ട്. നമ്മുടെ ബജ്ജി മുളകാണ് മുളക് പൊരിച്ചിട്ട് വെക്കുന്നത്. കാണാനും തന്നെ വളരെ നല്ല ഭംഗിയായിരിക്കും, കഴിക്കാനും നല്ല രുചിയാണ്. ഇപ്പോൾ വെക്കുന്നത് 3 ഉമ്മുറുബിയാൻ. നമ്മുടെ നാട്ടിലൊക്കെ ചെമ്മീൻ വാങ്ങുന്നതിൻ്റെ കൂട്ടത്തിലൊക്കെ ഒരു ചെള്ള് എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാക്കുന്നൊരു സാധനമുണ്ട്. അതിൻ്റെ അതേ രീതിയിലുള്ള ഒരു പക്ഷേ അതന്നെ ആയിരിക്കാം, അത് ഭയങ്കര വില കൂടിയ ഒരു ഇനമാണത്, ഉമ്മുറുബിയാൻ. പിന്നെ വെക്കുന്നത് ഇപ്പോൾ ഒരേ മീൻ വെച്ചിട്ടുള്ളത് അത് സീബാസാണ്. പിന്നെ വെക്കുന്നത് സാഫി ഫ്രൈ ചെയ്താണ് നമ്മൾ വെക്കുന്നത്. ഒരു 10-15 പേരുള്ള ഒരു പാർട്ടിക്ക് നമ്മളിങ്ങനെ കൊണ്ടുവെക്കുമ്പോൾ അത് പ്രത്യേകമായിട്ടൊരു തലയെടുപ്പ് ഉണ്ടായിരിക്കുന്നതാണ്. കാണാനും വളരെ ഭംഗിയായിരിക്കും. അതിലിപ്പോൾ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത് സാഫി ഫ്രൈ ചെയ്തതാണ്. ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്നത് ചെമ്മീനാണ്. ചെമ്മീൻ റോസ്റ്റ് ചെയ്തതാണത്. ഈ ചെമ്മീൻ റോസ്റ്റ് ചെയ്തത് നമ്മുടെ ഈ താലത്തിൻ്റെ ചുറ്റുമായിട്ട് ഇങ്ങനെ ഒരു വേലി പോലെ നിരത്തി വെക്കുന്നതാണ്. നല്ല കളർഫുള്ളായിട്ട് നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു ചെമ്മീൻ റോസ്റ്റാണത്. ഇതാണ് നമ്മൾ ഈ താലത്തിൻ്റെ ചുറ്റും ഒരു വേലി പോലെയാണ് നിരത്തി വെക്കുന്നത്. ഇനി അടുത്തത് ആയിട്ട് വെക്കുന്നത് ഞണ്ടാണ്. ഞണ്ടും തന്നെ പുഴുങ്ങിയെടുത്ത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നോക്കൂ, കാണാൻ വളരെ നല്ല ഭംഗിയായിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ചെറുനാരങ്ങ, അതേപോലെ കക്കരിക്ക, ഇതൊക്കെയാണ് നമ്മൾ ഇത് ഡിസൈനായിട്ട് വെക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ തക്കാളി റോസാക്കിയിട്ടും വെക്കാം.